പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 12-ാം വാക്യമാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുക. ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ അതെങ്ങനെയാണ്? Therefore, whatever you want men to do to you, do also to them. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം, അതായത് ഗിരിപ്രഭാഷണം തുടങ്ങുന്ന അവസരത്തിൽ ആദ്യം പറഞ്ഞ കാര്യം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വരാജ്യമാക്കുള്ളതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ 5, 6, 7 അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു പല കാര്യങ്ങളെക്കുറിച്ചും ശിഷ്യന്മാരെയും അവിടെ കൂടിയിരുന്ന പുരുഷാരത്തെയും പഠിപ്പിച്ചതിന് ശേഷം ആ കാര്യങ്ങൾക്ക് ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുമെന്നുള്ളത്. നമ്മൾ മറ്റുള്ളവർ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവ അതുപോലെ നാമും മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതാണ് ഇതിൽ കൂടി കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ഇത് സുവർണ നിയമം അല്ലെങ്കിൽ സുവർണ പ്രമാണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗോൾഡൻ റൂൾ എന്നുള്ള പേരിലാണ് ഈ വാക്യം ബൈബിളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 5 കാര്യങ്ങൾ മാത്രം അല്പസമയം നമുക്ക് ധ്യാനിക്കാം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യണം എന്നുള്ളത്. നമ്മളെ ധൈര്യപ്പെടുത്തണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം, നമ്മളിലെ ആശ ഉണ്ടാക്കണം, ആത്മവിശ്വാസം ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് തന്നെ അനേക പ്രാവശ്യം ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, മാത്രമല്ല ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അനവധി പ്രാവശ്യം ശിഷ്യന്മാരോടും അതുപോലെ തന്നെ കൂടി വരുന്ന ജനത്തോടും പറയുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അവർക്ക് ആശ നൽകുകയും ആത്മവിശ്വാസം പകരുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ഇതുപോലെ എൻകറേജ് ചെയ്യുന്ന ആളുകളെയാണ്. അതായത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആളുകൾ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതിനെ മറ്റ് നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന ആളുകളെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ആവുകയും അവരെ കാണുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതേ രീതിയിൽ തന്നെ മറ്റുള്ളവരോടും പെരുമാറണം എന്നാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ആശ നൽകുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ എന്നുള്ളത്. ആരെയും ഇടിച്ചു താഴ്ത്തരുത്, ആരെയും അധികം രീതിയിൽ വിമർശിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്, നമ്മുടെ ചെവിയിൽ കൂടി കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിനകത്തേക്ക് വരികയും തലച്ചോറിനകത്ത് വൈദ്യുതി പ്രവാഹമുണ്ട്, ലൈറ്റായിട്ടുള്ള രീതിയിൽ വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവും. അപ്പം നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് പോസിറ്റീവ് വൈബ്രേഷനാണ് ഉണ്ടാവുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. പോസിറ്റീവ് വൈബ്രേഷൻ്റെ ഫലമായിട്ട് അത്തരത്തിലുള്ള ഹോർമോൺസ് തലച്ചോറിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മളെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ധൈര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. നേരെ മറിച്ച് നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളുടെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അത് നെഗറ്റീവ് വൈബ്രേഷൻ, നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺസാണ് തലച്ചോറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, നീരസം ഉണ്ടാവും.
അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് നമ്മളെ എൻകറേജ് ചെയ്യണം, നമ്മൾ ധൈര്യപ്പെടുത്തണം, പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം ചെയ്യണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം എൻകറേജ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ വിലമതിക്കുക. അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കുക എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു വില കൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് ഒരു ബഹുമാനം, അവർ വിലയുള്ളവരാണെന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു അംഗീകാരം അവർക്ക് നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഒരു പള്ളിക്കകത്ത് വരുന്ന ആളുകൾ വളരെ മോടിയായിട്ട് വസ്ത്രം ധരിക്കുകയും നല്ല രീതിയിൽ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരെ കൊണ്ടുപോയി ഇരുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്ത് മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് അത്ര മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ പെരുമാറരുത് എന്നുള്ളത് യാക്കോബിൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ മുഖപക്ഷം ഉണ്ടാവരുത് എന്നുള്ളതാണ്. എല്ലാ ആളുകളും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചവരാണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാവരെയും നമ്മൾ ഓണർ ചെയ്യണം, അല്ലെങ്കിൽ വിലമതിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പം നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ അവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്, അവർ നമ്മളെ അംഗീകരിക്കണമെന്നും നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മളെ മൈൻഡ് ചെയ്യണമെന്നും അവർ നമ്മളോട് ഇരിക്കാൻ പറയണമെന്നും അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അവർ തരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യണം. അതാണ് കർത്താവ് പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ എല്ലാവരും എൻകറേജ് ചെയ്യണമെന്നും നമ്മളെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ക്ഷമയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ബൈബിളിലെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ഗിവിങ് ആൻഡ് ഫോർ ഗിവിങ് ആണ്. നൽകലും അതുപോലെ ക്ഷമിക്കലുമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തു അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നുണ്ട്. തനിക്കുള്ളതെല്ലാം നമുക്ക് നൽകുകയും തൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് നൽകി നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അറിയാം. അതേസമയം തന്നെ ക്ഷമിക്കണമെന്നുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തു വളരെയധികം പഠിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. അത് ആ ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അത് അങ്ങനെ നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും. ഒരു ഗിൽറ്റി കോൺഷ്യസ്, അതായത് ഒരു കുറ്റബോധം നമ്മളിൽ ഇല്ലാതെ വരും. അതുപോലെ തന്നെ നമുക്ക് ആളുകളുമായിട്ട് പോസിറ്റീവായിട്ട് ഇടപെടാൻ കഴിയും. നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയണമെങ്കിൽ ഈ ക്ഷമിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കുകയും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് അങ്ങനെ പെരുമാറാനായിട്ട് കഴിയുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ൽ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഒരു ശിഷ്യന്മാർ ചോദിച്ചു, എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് 70 പ്രാവശ്യം. അത് 7×70 490 പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. അത് ഇതിൻ്റെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ക്ഷമിക്കാൻ പറ്റാതെ മനസ്സിനകത്ത് വൈരാഗ്യവും വിദ്വേഷവും നീരസവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നെഗറ്റീവായിട്ടുള്ള ടോക്സിൻസ്, വളരെയധികം വിഷാംശങ്ങൾ രൂപപ്പെടുകയും സ്ഥിരമായിട്ട് തലവേദന, നെഞ്ചുവേദന, വയറുവേദന, കാൽവേദന, അങ്ങനെ പലതരത്തിലുള്ള വേദനകളും പലവിധ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ.
ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നല്ലാതെ നമ്മൾ മറ്റേ വ്യക്തിയുടെ മനസ്സിനകത്ത് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമ്മളിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളും നമ്മളോട് ചെയ്ത അവഗണനവും നമ്മളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് അത് പഠിപ്പിച്ചത് വളരെ വ്യക്തമായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇപ്പോൾ പ്രസംഗിക്കുന്ന ആളുകൾ, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളൊന്നും അതിനെക്കുറിച്ചൊന്നും സ്ട്രെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഒരു രീതി ഇപ്പോഴില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അത് പഠിപ്പിക്കാത്തതിൻ്റെ ദോഷം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് രോഗം ചെയ്ത ആളെ എങ്ങനെയെങ്കിലും തകർക്കണം, പ്രതികാരം ചെയ്യണം, പകരം ചോദിക്കണം എന്നുള്ള രീതിയിലാണ് അത് സമൂഹത്തിലെ എല്ലാ മീഡിയയിലും വരുന്നത്. പക്ഷെ അങ്ങനെയല്ല കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. അപ്പോൾ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ എന്താണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുവിനെന്നാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് നമ്മളെ ക്ഷമിക്കുക. കർത്താവ് മറ്റേ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നാണ്. അപ്പോൾ ക്ഷമിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധിയിൽ പോലും പറയാനായിട്ട് കഴിയുള്ളൂ. ആളുകളുമായിട്ട് നല്ല രമ്യതയിലായിരിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അത് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് അതൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ 3 കാര്യങ്ങളായി: എൻകറേജ് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്യണം, ഫോർഗീവ് ചെയ്യണം, അത് ക്ഷമിക്കണം. 4ാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ലിസൺ ചെയ്യണം എന്നുള്ളതാണ്, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് കേട്ടുകൊണ്ട് വിടാം, പക്ഷെ ശ്രദ്ധിക്കുന്നത് കേൾക്കാൻ ചെവി മാത്രം മതി. പക്ഷെ ശ്രദ്ധിക്കുക എന്നുള്ള വാക്കിലേക്ക് വരുമ്പോൾ അത് ചെവിയും ആ ചെവിയിൽ കൂടി വന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുകയും നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്തുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കർമ്മം അവിടെ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ശ്രദ്ധിക്കുക എന്നുള്ളത് പേ അറ്റൻഷൻ, അവരോട് ഒരു അറ്റൻഷനിൽ, അതായത് അവർക്കൊരു ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ലിസൺ ചെയ്യാനായിട്ട് നമ്മുടെ ചെവി മാത്രം മതി. അല്ല, ഹിയർ ചെയ്യാനായിട്ട്, കേൾക്കാനായിട്ട്, ലിസൺ ചെയ്യാനായിട്ട് നമ്മുടെ ചെവിയും വേണം, നമ്മുടെ ഹൃദയവും വേണം, അല്ലെങ്കിൽ മനസ്സും വേണം. അറ്റൻഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗിവ് കെയർ ആൻഡ് തോട്ട് എന്നുള്ളതാണ്. അവർക്കൊരു പരിഗണന കൊടുക്കുകയും അവർക്കൊരു കരുതൽ കൊടുക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ലിസൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു അധികം കാര്യങ്ങളും ശിഷ്യന്മാരെയും ജനങ്ങളെ പഠിപ്പിച്ചത് ഉപമകളിൽ കൂടെയാണ്. അതായത് ഉപമ എന്തിനാണ് ഇങ്ങനെ ഉപമകളിൽ കൂടി പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ സമയത്ത് ചോദിക്കേണ്ടായി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മറുപടി, നേരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനോ ഗ്രഹിക്കാനോ കഴിയില്ല. പക്ഷെ നേരെ ഉപമയിൽ കൂടി ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു അത് പറഞ്ഞത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർത്താവ് പറയാണ്, ഉപമകളിൽ കൂടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഉപമ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. നേരെ മറ്റേ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് അത് ശ്രദ്ധയിലേക്ക് വരുവാനായിട്ട് ഉപമകളാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങളായി: എൻകറേജ് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്യണം, ഫോർഗീവ് ചെയ്യണം, ലിസൺ ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്തൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വാക്കാണ്. അണ്ടർസ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം മിസ്അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു അതിൻ്റെ ടേക്ക് എ റോങ് മീനിങ് എന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. അപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. തെറ്റിദ്ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോൺലിനെസ്, അതായത് ഒരു ഏകാന്തത ഉണ്ടാവും, നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, വിപുലമാക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും,
നിരാശ എന്ന് പറയുന്നത് ഉണ്ടാവും. അതാണ് റിസെൻമെന്റ് എന്ന് പറഞ്ഞാൽ നീരസം തോന്നുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ മനസ്സിലേക്ക് നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് മനസ്സിലാക്കുക എന്ന് പറയാം. ഇപ്പോൾ സാധാരണ കാണുന്ന കാര്യം അമ്മയും പറയുന്നത് മക്കൾക്ക് മനസ്സിലാവില്ല, മക്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാവില്ല, ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ബോസ് പറയുന്നത് അവരുടെ ജീവനക്കാർക്ക് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവാത്ത ഒരു അവസ്ഥ മൊത്ത ലോകത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാന കാര്യം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് കഴിയണം. അത് നല്ലപോലെ ശ്രദ്ധിക്കാനായിട്ട് അപ്പുറത്തുള്ള ആൾക്ക് കഴിയണം, ലിസൺ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. പല സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഫോൾട്ടി കമ്മ്യൂണിക്കേഷനാണ്, തെറ്റായ രീതിയിലുള്ള ആശയവിനിമയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതലുള്ള ഡൈവേഴ്സ് എന്നുള്ള ഒരു അവസ്ഥയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ദിവസവും. ഡൈവേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഫോൾട്ടി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പൗസസ്, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശരിയായ രീതിയിൽ ആശയവിനിമയം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ അവരുടേതായ രീതിയിൽ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ആശയങ്ങളും തമ്മിൽ യോജിച്ച് പോകാൻ പറ്റാതെ വരുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെ പിന്നെ എത്തിച്ചേരുന്നതാണ് ഡൈവേഴ്സ് എന്ന് പറയുന്നത്. നല്ല ആശയവിനിമയമുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്കിടയിൽ ഡൈവേഴ്സിൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യാനുള്ളതായ ഒരു മാനസികാവസ്ഥയുള്ള ആളുകളിലും ഡൈവേഴ്സ് വരുന്നില്ല. സാധാരണ ക്രിമിനൽസ് ഉണ്ടാകുന്നത്, അതായത് കുറ്റവാളികൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഡിഫിക്കൽറ്റി കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് അവർക്ക് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റാതെ വരുന്ന സമയത്താണ് ചെറുപ്പം മുതലേ അവർ ക്രിമിനൽസായിട്ട് വരുന്നത് എന്നാണ് ക്രിമിനോളജിസ്റ്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ആശയവിനിമയം നടത്തുക എന്നുള്ളത്, കാര്യങ്ങൾ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം മറ്റുള്ളവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതാണ്, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് അങ്ങോട്ട് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ അവരൊക്കെ നമ്മുടെ പ്രതികൂലികളായിട്ട് മാറും. അതുപോലെ തന്നെ അവർ നമ്മളുമായിട്ട് തർക്കിക്കാനായിട്ട് ഇടവരും. നേരെ മറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരും അവരെ സഹായിക്കുന്നവരുമായിട്ട് മാറും. മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഓരോ വ്യക്തിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവണം. അപ്പം നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾ അവർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെ മറ്റുള്ളവർ നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും അവർക്ക് നമ്മളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്ന്, നമ്മൾ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത്തത് പരസ്പരം ധൈര്യപ്പെടുത്തുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കണം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരായിരിക്കണം. എല്ലാ മനുഷ്യരെയും വിലയുള്ളവരായിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് ആരും വില കുറച്ച് കാണാനായിട്ട് കഴിയില്ല. എല്ലാവർക്കും ശരീരം ഒക്കെ ദൈവം ദാനമായി നൽകിക്കുന്നതൊക്കെ സെയിമാണ്. 2 കണ്ണ്, 2 ചെവി, മൂക്ക്, വായ, അങ്ങനെ തലച്ചോറിനകത്തുള്ള സെല്ലുകൾ ഒക്കെ ഒരുപോലെ തന്നെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾ എല്ലാവർക്കും ഹാർട്ടും ലിവറും ലങ്സും കിഡ്നിയും ഒക്കെ ദൈവം എല്ലാവർക്കും തുല്യമായിട്ടാണ് നൽകുന്നത്. അത്ഭുതകരമായിട്ട് ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലെയും ഒരു ഒറ്റ സെല്ലായിട്ടാണ് അത് സംയോജിച്ച് വരുന്നത്. അമ്മയുടെ ശരീരത്തിലുള്ള അണ്ടവും പുരുഷൻ്റെ ശരീരത്തിലുള്ള ബീജവും തമ്മിൽ യോജിച്ച് ആദ്യത്തെ ഒരു സെല്ലും ഒറ്റ ഏക സെല്ല്. ആ സെല്ലാണ് പിന്നീട് കോശം, ഒരു കോശം. ആ കോശം വിഭജിച്ചിട്ടാണ് പിന്നീട് അടുത്ത വളർന്ന് വരുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയൊരു മിടിപ്പുണ്ടാവും, ഹാർട്ട് ഫോം ചെയ്യാൻ തുടങ്ങും, പിന്നെ കണ്ണുകളുണ്ടാവും, പിന്നെ ഓരോ അവയവങ്ങൾ അങ്ങനെ രൂപപ്പെടുവാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നമ്മുടെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്.
അപ്പോൾ ആ ഒരു സൃഷ്ടിയുടെ കാര്യത്തിലൊക്കെ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ദൈവം ഒരേപോലെയാണ് കാണുന്നത്. അപ്പം നമ്മൾ പിന്നെ അതിനുശേഷം ഓരോ മനുഷ്യർക്കും കുറേ ആളുകൾക്ക് വിലമതിക്കുകയും വേറെ ആൾക്കാരെ വിലമതിക്കാതിരിക്കുകയും അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ക്ഷമിക്കുക എന്നുള്ളത്, ശ്രദ്ധിക്കുക എന്നുള്ളത്, വിലമതിക്കുക എന്നുള്ളത്. അപ്പോൾ വിലമതിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അതില്ലാതെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫോർഗീവ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ലിസൺ. നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ തന്നെ വേറെ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ആ പറയുന്ന ആളും അത് വേസ്റ്റായി പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം. അങ്ങനെ പാടില്ല. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാന കാര്യം കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. ഇതൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ലോകത്തിൽ ദൈവവചനം പഠിക്കുവാനും അതിനെ നമ്മൾ ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ളൂ. അത് ആഴത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പ്രമാണിക്കുമെന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് പറയാനായിട്ട് കഴിയുക. നമ്മൾ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിൽ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് ഇടയായത്. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാക്യത്തിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യമാണ് നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് ഇടയായത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ദൈവമേ, ഈ ദിവസത്തിനായി സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് കർത്താവേ, തിരുവനന്തപുരത്തിൽ കൂടി കടന്നു പോകാൻ ഞങ്ങളെ നീ സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലൂക്കാ എഴുതിയ മത്തായി 7:12 തിരുവനന്തപുരത്തിൽ കൂടി കർത്താവേ ഞങ്ങൾ കടന്നു പോകാൻ തക്കോണം നീ സഹായിച്ചു ദൈവമേ. മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് തന്നെ നിങ്ങളും അവർക്ക് ചെയ്യുവിനെന്ന് പറഞ്ഞ യേശു തമ്പുരാനെ, അവിടുന്ന് കർത്താവേ നീ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, മറ്റുള്ളവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, ധൈര്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അത് തന്നെ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മക്കളോടും കർത്താവേ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭയപ്പെടേണ്ട ദൈവം നിങ്ങളോട് കൂടിയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാനും തക്കവണ്ണം അവിടുന്ന് ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ നീ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സഹായിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ. അവരെ പറഞ്ഞ് എല്ലാ മക്കളെയും പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് കർത്താവെ രണ്ടാമതായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞത് അഭിനന്ദിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, അവിടുന്ന് നല്ലത് മാത്രം അവരോട് പറഞ്ഞു കർത്താവെ, നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ മനസ്സുകളെ സന്തോഷത്തിലാക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളോട് പറഞ്ഞ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അഭിനന്ദിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അവിടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ആരെയും കുറ്റം പറയാതെ കർത്താവ് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മൂന്നാമതായിട്ട് ഞങ്ങളോട് പറഞ്ഞു കർത്താവെ അവിടുന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കർത്താവെ. ദൈവമേ, ഞങ്ങളെ ഉദ്രവിച്ചവരെയും ഞങ്ങളെ ഉദ്രവിക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും എല്ലാം കർത്താവരോടും അവർ ചെയ്ത പാപങ്ങളും തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഉദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യാൻ പറഞ്ഞ യേശു തമ്പുരാനെ, അവിടുന്ന് കർത്താവെ നീ അത് ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഞങ്ങളോട് ക്ഷമിക്കാനുള്ള കൃപ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, മറ്റുള്ളവർ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോൾ കർത്താവെ അവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് അതിനുള്ള ശക്തി എല്ലാ മക്കൾക്കും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് കർത്താവെ നാലാമതായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞു കർത്താവെ
അവിടുന്ന് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണം. മറ്റുള്ളവരുടെ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരുടെ വേദനകൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അത് ശ്രദ്ധ വെച്ച് കേൾക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അത് മുഴുവനായിട്ട് കേൾക്കുവാനും കർത്താവെ അവരെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ, അവരുടെ വാക്കുകളെ കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അതിനെ ശ്രദ്ധ വെച്ച് കൊടുത്ത് വേണ്ട പരിപാലനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെ നീ സഹായിക്കണമെന്ന് അത് ചെയ്യണമെന്ന് കർത്താവെ നീ പ്രഭാഷണത്തിൽ കൂടി ഞങ്ങളോട് പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് കർത്താവ് നിന്റെ കൃപ അതിന്മേലോട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാറുന്ന കർത്താവെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. അവിടുന്ന് കർത്താവെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അഞ്ചാമതായിട്ട് ഞങ്ങളോട് അതാണ് നീ പറഞ്ഞത് കർത്താവെ. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അവരെ മനസ്സിലാക്കുവാൻ അവരെങ്ങനെയാണ് എത്തരത്തിലാണ് പോകുന്നതെന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനനം ചെയ്യുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിരാശപ്പെട്ടിരിക്കുന്നവരെ കാണാൻ കർത്താവെ, ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ കാണാൻ കർത്താവെ, പരസ്പര കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് കർത്താവെ ഭവനത്തിലായിരിക്കണം ഞങ്ങളോട് പറഞ്ഞു കർത്താവെ. ഭാര്യയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കർത്താവെ എല്ലാ കാര്യങ്ങളും പറയുവാൻ തക്കവണ്ണം നിങ്ങളോട് സംസാരിച്ച സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങനെയല്ലാത്ത കുടുംബങ്ങളിലേക്ക് എല്ലാം കർത്താവ് നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുമായി സ്നേഹത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും കർത്താവെ സ്നേഹത്തോടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുവാൻ തക്കവണ്ണം നീ പറഞ്ഞ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ഗിരി പ്രഭാഷണത്തിലൂടെ ഞങ്ങൾ സംസാരിച്ച ഒരു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് ഞങ്ങൾക്കും അതുപോലെ അങ്ങോട്ട് ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളോട് പറഞ്ഞ യേശു തമ്പുരാനെ അവിടുന്ന് കർത്താവെ നിന്റെ കൃപ ഞങ്ങളുടെ മേലോട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന് വേണം കർത്താവെ. അതിനാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുന്ന് നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം, വചനങ്ങളിലൂടെ കടന്നു പോകാൻ, അത് പറഞ്ഞ പോലെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണം. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാ രോഗികളെയും നീ തുടർന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിരാശയിലിരിക്കുന്ന അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ബന്ധങ്ങൾ വേർപെട്ട് ഡൈവോഴ്സ് ചെയ്ത കേസുകളിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ കൃപ അവരിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ രണ്ടുപേരും തമ്മിൽ പരസ്പര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് അതിൽ ഇടപെടുവാൻ തക്കവണ്ണം വേണ്ട കൃപ ദൈവമേ നിന്റെ വചനം കൊണ്ട് നടത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുത്തെ ഒരു കുടുംബമായി സ്നേഹത്തോടെ നിന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. ഞങ്ങളുടെ കൂട്ടുകാരനെ സ്നേഹിക്കുവാൻ അവിടുന്ന് നീ പറഞ്ഞ യേശു തമ്പുരാനെ അവിടുന്ന് ഞങ്ങളുടെ കുട്ടികളെല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവെ കൊറോണ വൈറസ് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കർത്താവെ. കൂടുതൽ പേരെ അത് അവിടുന്ന് നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. വിദിതമായ ഈ അവസ്ഥയിൽ കർത്താവെ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൈറസുകളെല്ലാം നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയന്നിരിക്കുന്നവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ. രോഗികളായ കൊറോണ വൈറസ് രോഗികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരീക്ഷണത്തിലൂടെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും തുറന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പൂർവികര കർത്താവെ അറിഞ്ഞറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളെ ക്ഷമിക്കണം, പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ശക്തി ഉന്നതങ്ങളിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കണമേ. എല്ലാ രോഗികളും സൗഖ്യപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. അടുക്കിലേക്ക് എല്ലാം കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാൻസർ രോഗികളെ തുടരണമേ കർത്താവെ. അവിടെ കിഡ്നി രോഗികളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് രോഗികളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ അടുക്കിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിരാശയും ഭയമായിട്ടിരിക്കുന്ന അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഭക്ഷണമില്ലാത്തവരുടെ അടുക്കിലേക്ക് നീ കടന്നു ചെല്ലണമേ ദൈവമേ. അവിടുന്ന് കർത്താവെ നിന്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള ഈ വൈറസിന്റെ വ്യാപനം തടയുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ കർത്താവെ. കാൽവരിയിൽ നിന്റെ ചൊരിഞ്ഞ രക്തം കർത്താവെ ഈ ലോകത്തിലേക്ക് മുഴുവൻ നീ തെളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ലോക രാഷ്ട്രങ്ങളിന്മേലും രക്തം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ എല്ലാ രോഗികളെയും മുക്കുന്നു കർത്താവെ. സൗഖ്യം നൽകണമേ. വൈറസിനെ നശിപ്പിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ നാമത്തിൽ അവിടെ നിഷ്കാസനം ചെയ്യുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാരുണ്യവാനായ ദൈവമേ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
ദൈവമേ, കഴിഞ്ഞ ആഴ്ച കർത്താവെ വിമാന ദുരിതം ഉണ്ടായ കർത്താവ്, പ്രളയം ഉണ്ടായ കർത്താവ്, ഉൾപ്പെടലുണ്ടായ കർത്താവ്, എന്നെങ്കിലും മാറ്റപ്പെട്ടു കർത്താവെ. മാറ്റപ്പെടാത്തവരായ ഞങ്ങൾ വീണ്ടും കർത്താവെ ഈ ദിവസം വരെ ഞങ്ങൾ നീ കാത്തുകൊണ്ട് സ്തോത്രം ചെയ്തു കർത്താവെ. എല്ലാവരെയും നീ മാറോട് അണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരോടും നിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളുടെ മേലും നീ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും കർത്താവെ നിന്നെ വിളിച്ചപേക്ഷിക്കാൻ കൊണ്ട് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നോട് നിരോധിക്കാൻ തക്കവണ്ണം എല്ലാ മനസ്സുകളെയും നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിഷയം കൺവേർട്ടർ എല്ലാവരും നീ വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും ഭൂമിയുടെ മേലുള്ള വിശാചി വെച്ചിരിക്കുന്ന കെട്ടുകളെ നീ അഴിക്കണമേ. അന്ധകാര ശക്തികൾ പൈശാചികളെല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വൈറസും ബാക്ടീരിയയും ഫംഗസും എല്ലാം യേശുവിന്റെ നാമത്തിൽ നശിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവിടുന്ന് എല്ലാ രോഗികളെയും തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരീക്ഷണത്തിലിരിക്കുന്ന എല്ലാവരെയും അടുക്കളയിലേക്ക് കടന്നു ചെന്ന് അവരെല്ലാവരും അനുഗ്രഹിക്കണമേ, നിന്റെ കരവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം ജീവൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനമ്പരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.